നമസ്കാരം. ശ്രീ അയ്യപ്പ ഭഗവാന്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശ്വാസത്തിൻ്റെ ദിനങ്ങളാണ്. സകല വിശ്വാസികളെയും കബളിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ചുറ്റുമുള്ളതെല്ലാം അടിച്ചു മാറ്റാൻ ഭഗവാന്റെ കാവൽക്കാർ എന്ന വേഷം കെട്ടി നടന്ന കള്ളന്മാരെ ഭഗവാൻ തന്നെ കൈയോടെ പിടികൂടിയ ദിനങ്ങളാണിത്. അവർക്കൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്നത് തന്നെ നീതിയുടെ വിജയമാണ്, ഭഗവാന്റെ വിജയമാണ്, ഭക്തരുടെ വിജയമാണ്. പിണറായി വിജയൻ പോലീസ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസുകാർക്ക് ഇത്തരം അമ്പലം വിഴുങ്ങികളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടാവില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. അത് വാസ്തവമാണ് താനും. ഏത് കള്ളന്മാരെയും രക്ഷിച്ചെടുക്കാനുള്ള വിരുദ്ധം പ്രത്യേക പരിശീലനവുമാണ് നമ്മുടെ പോലീസിന് പിണറായി സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാഗ്യവശാൽ ഭഗവാന്റെ വിഷയത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല. ഹൈക്കോടതി നേരിട്ട് ഇടപെടൽ നടത്തി കള്ളന്മാരെ ഓരോരുത്തരെയായി അകത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പരമ്പരയുടെ ഭാഗമായി കടകംപള്ളി സുരേന്ദ്രൻ പോലും അറസ്റ്റിലായേക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ഇത്രയേറെ ആവേശത്തോടെ സഖാക്കൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കൈപ്പറ്റുന്നതിനാണ് എന്നുള്ള വാർത്തകളാണ് അണിയറകളിൽ നിന്നും കേൾക്കുന്നത്. അറസ്റ്റിലായ കള്ളന്മാർക്ക് ജാമ്യാപേക്ഷ പോലും കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. സാധാരണഗതിക്ക് സ്വാധീനമുള്ള കള്ളന്മാർ അറസ്റ്റിലാകുന്ന അതേ നിമിഷം തന്നെ ജാമ്യാപേക്ഷയുമായി അവരുടെ വക്കീലന്മാർ കോടതിയിലെത്തും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിലിന് പകരം ആശുപത്രിയിലാക്കുന്ന രീതിയുമുണ്ട്. എന്നാൽ ഈ അയ്യപ്പക്കള്ളന്മാരെല്ലാം അപ്പോൾ തന്നെ ജയിൽവാസം അനുഭവിക്കുകയാണ്. എത്ര ദിവസമായി ഓരോരുത്തരും ഇരുമ്പഴി എണ്ണാൻ തുടങ്ങിയിട്ട് എന്ന് പോലും ആർക്കും നിശ്ചയമില്ല. ഇവർക്ക് ആർക്കു വേണ്ടിയും ഇതുവരെ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയിരുന്നില്ല. ആദ്യമായി എത്തുന്നത് കള്ളൻ വാസുവിന് വേണ്ടിയും ബൈജുവിന് വേണ്ടിയുമാണ്. രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ ഇന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി പരിഗണിക്കും. സാധാരണ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പോലെ വിജിലൻസ് കോടതിക്ക് അത്ര എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന ഈ പ്രതികളെ അന്വേഷണ സംഘത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ജാമ്യം കൊടുത്ത് പുറത്തുവിടാൻ സാധ്യമല്ല. ഇവരെ പുറത്തുവിടണോ അതോ അന്വേഷണത്തിന് ആവശ്യമാണോ എന്ന് അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് മാത്രമേ കോടതി മിക്കവാറും തീരുമാനമെടുക്കൂ. പ്രത്യേകിച്ച് വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുമ്പോട്ട് പോകുന്നുണ്ട്. പത്മകുമാറിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. നാളെ മാത്രമേ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ അപേക്ഷ കൊടുക്കൂ. പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ വാസുവിനെ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ വാസുവിന്റെ ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് പെട്ടെന്ന് ഒരു ഉപവിവാദം ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. കള്ളൻ വാസുവിനെ തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും കൈവിലങ്ങ് വെച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയതിനെതിരെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വൃദ്ധനായ ചാടിപ്പോവാൻ സാധ്യതയില്ലാത്ത വാസുവിനെ എന്തിനാണ് കൈവിലങ്ങ് വെച്ചത് എന്നതാണ് ചോദ്യം. ആ ചോദ്യം ശരിയാണ് താനും. ഭാരതീയ ന്യായ സംഹിതയിൽ കൈവിലങ്ങ് വയ്ക്കേണ്ട പ്രതികളെക്കുറിച്ച് കൃത്യമായി തന്നെ വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല വാസുവിന്റെ സ്ഥിതി. വാസുവിന് ഒരിക്കലും പോലീസ് സംഘത്തെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ വാസുവിനെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോവേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നിയമപരമായി ഉത്തരം പറയേണ്ടി വരും. എന്നാൽ വാസു ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിച്ച് അവരുടെ ഭഗവാനെ തട്ടിയെടുക്കാൻ ആസൂത്രണം നടത്തിയ ഒരു അധമനാണ്. വലിയ രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്ന വാസുവിന് ജയിൽവാസം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ജയിൽവാസം മാത്രമല്ല, ഏറ്റവും വലിയ കള്ളന്മാരെ പോലെ കൈവിലങ്ങ് വെച്ച് യാത്ര ചെയ്യേണ്ട ഗതികേട് വാസുവിന് ഉണ്ടാകണമെന്ന് ഭക്തർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുകൊണ്ടാവാം SAP ക്യാമ്പിലെ 2 പോലീസുകാർ ഇക്കാര്യത്തിൽ ധീരമായ നിലപാടെടുത്തത്. എന്തായാലും വാസുവിനെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോയ സംഗതിയുടെ ഭാഗമായി 2 പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അവരെ സസ്പെൻഡ് ചെയ്യും എന്നുമുള്ള വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് അയ്യപ്പനോടുള്ള ഇഷ്ടം കൊണ്ടാവും എന്ന പരിഗണന കൊടുക്കുന്നതിലും തെറ്റില്ല. ഇതല്ല എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മനുഷ്യാവകാശം കള്ളൻ വാസുവിന് മാത്രമേ നിങ്ങൾ കൊടുക്കുകയുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുന്നില്ല? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഷർഷാദ് എന്നു പേരുള്ള മാഹിക്കാരനായ ചെന്നൈയിൽ കച്ചവടം നടത്തുന്ന ഒരു സാധു മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അയാൾക്കെതിരെ കൊടുത്ത പരാതി സിവിൽ കേസാണ്, അത് ക്രിമിനൽ കേസായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആദ്യം പോലീസ് തള്ളിയതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകം താല്പര്യം കാണിച്ച് ഇയാൾക്കെതിരെ ഒരു CMPടിയാണ് കോടതിയിൽ കൊടുക്കുന്ന CMPയിൽ ഏതൊക്കെ വകുപ്പ് ചേർക്കണമെന്നാണോ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത് ആ വകുപ്പൊക്കെ ചേർക്കാൻ കോടതി ഉത്തരവിടും. അതിനർത്ഥം ആ കുറ്റകൃത്യമെല്ലാം അയാൾ ചെയ്തെന്നല്ല.
പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന വകുപ്പുകൾ ഇട്ടുകൊടുക്കുക, പോലീസ് അത് അന്വേഷിച്ചിട്ട് അത് നിലനിൽക്കുമെങ്കിൽ മാത്രം നിലനിർത്തി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്യുക എന്നതാണ് വയ്പ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പ്രത്യേക താല്പര്യമായതുകൊണ്ട് ഷർഷാദിന്റെ മേൽ എല്ലാ വകുപ്പുകളും ചാർത്തുകയും ആ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ പോയി അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അയാളുടെ ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 2 പേർ. ആ ബിസിനസ് നിലനിൽക്കുന്നു, ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർ പെട്ടെന്ന് നിക്ഷേപം പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. ഒരു ബിസിനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം പിൻവലിക്കാൻ ചില നടപടിക്രമങ്ങളുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആർബിട്രേഷൻ വ്യവസ്ഥയുണ്ട്. അതൊക്കെ നിലനിൽക്കവേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഈ മനുഷ്യനെതിരെ ഇവരെ നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ച് ചെന്നൈയിൽ പോയി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് കൈവിലങ്ങിട്ടാണ്. ആ ഭയാനകമായ സാഹചര്യത്തെക്കുറിച്ച് അയാൾ മറുനാടിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. പിന്നെ സ്റ്റേഷനിലെത്താൻ പിന്നെ അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര തന്നെ. യാത്ര പുലർച്ചെ 2 മണിയായി എന്നെ GH കൊണ്ടുവന്ന് മെഡിക്കൽ ചെയ്ത് ആദ്യം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കാണ്? അല്ല, മെഡിക്കൽ ആദ്യം നേരെ വന്നു വെച്ചാൽ അങ്കമാലി എത്തിയപ്പോൾ ഡ്രൈവർ ഇറങ്ങി അവിടെ. അപ്പൊ ഡ്രൈവർക്ക് ഇവരെ കാശ് കൊടുത്ത് മേടിച്ചാ? എത്ര കൊടുത്തു? 5000 6000 എന്തോ കൊടുത്തു. അതുപോലെ മറ്റൊരു കൊടുത്തു പരാതിക്കാരൻ. കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഡ്രൈവർ പോയി. അപ്പൊ ഈ പോലീസുകാരിൽ ഒരാൾ വണ്ടി ഓടിച്ചു നേരെ GH അവിടെ കൊണ്ടുവന്ന് ഇറക്കി. GH എന്ന് പറഞ്ഞാൽ നമ്മളെ ജനറൽ ആശുപത്രി മെഡിക്കൽ എടുക്കാൻ. ആ സമയത്ത് GH തൊട്ട് മുമ്പിൽ ഇവരുടെ ജീപ്പ് വന്ന് നിന്ന് അവിടുന്ന് എന്നെ ജീപ്പിലേക്ക് മാറ്റി. പിന്നെ പോലീസ് ജീപ്പിലേക്ക് മറ്റവർ ആ വണ്ടി എടുത്ത് പോയി 2 പേര്. പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല. നേരെ GH കൊണ്ടുപോയി ഇത് ചെയ്തു. കൊണ്ടുവന്ന് 2 മണി ഏകദേശം ആയി. നമ്മുടെ ഇവിടെ കയറ്റുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമ്പോൾ കംപ്ലീറ്റ് ചാനൽസ് അവിടെ ഉണ്ട്. അർദ്ധരാത്രി മിഡ് നൈറ്റ് 2 മണിക്ക്. എന്നിട്ട് എന്നെ അകത്ത് കയറ്റി. അപ്പം ഇവർക്ക് വിഷം നഷ്ടപ്പെട്ട് ഞാൻ വേഗം അങ്ങ് അകത്ത് കയറി. അപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആളുണ്ട്, ക്യാമറ ആടെ മീഡിയ ഉണ്ട്, നീ ഇത് ചെയ്യാൻ നിൽക്കുന്നത് പെട്ടെന്ന് അകത്ത് കയറിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരമൊന്നും ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. കൂടുതൽ വഷളാവണ്ടെന്ന് വെച്ചു. ഞാൻ അകത്ത് കയറിയപ്പോൾ ഇവർക്ക് കിട്ടണം കൂടുതൽ. അപ്പം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോ ഉണ്ട് ലോക്കപ്പിന് നേരെ. അത് പുറത്തെ വിൻഡോ ആണ്. ഈ വിൻഡോൻ്റെ കേട്ടൺ പൊക്കി കൊടുത്തിട്ട് അവർ ആ വിൻഡോൻ്റെ അവിടെ വന്നിട്ട് ഫോക്കസ് ചെയ്യുക ക്യാമറ ലോക്കപ്പിലേക്ക്. അപ്പം ലോക്കപ്പിൻ്റെ അകത്ത് ഞാനുണ്ട്. പക്ഷെ ഞാൻ ചെന്നപ്പോഴേ ലോക്കപ്പിലിട്ടു. നേരെ ലോക്കപ്പിലിട്ടു. നിങ്ങളപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല? ഇല്ല, ലോക്കപ്പിലിട്ടു. അപ്പൊ ലോക്കപ്പിൽ നിന്ന് ക്യാമറക്കാർക്ക് ലോക്കപ്പിൽ നിന്ന് എടുക്കാൻ അവസരം കൊടുത്തു. ലോക്കപ്പിൽ നിന്ന് എടുക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റേഷന്റെ അകത്ത് ക്യാമറയും കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ. പക്ഷെ ലോക്കപ്പിന്റെ നേരെ മുമ്പിൽ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ കേട്ടൺ ഇട്ടിരിക്കുകയാണ്. അത് മാറ്റി കൊടുത്തു. അത് സ്ക്രോൾ ചെയ്തിട്ട് ഇത് ചെയ്ത് കൊടുത്തു. അപ്പോൾ പൊക്കി കൊടുത്തപ്പം അവർക്ക് ഗ്ലാസ് ഡോറാണ്. പിന്നെ ഡോർ ക്ലോസ്ഡാ. ഗ്ലാസ് ഡോറിൽ വെച്ചിട്ട് അവർ ലോക്കപ്പ് ഫോക്കസ് ചെയ്ത് എടുത്തു. അതുണ്ടല്ലോ ലോക്കപ്പിലുള്ള വീഡിയോസ് ഉണ്ടല്ലോ. പിന്നെ പിറ്റേ ദിവസം ആ ലോക്കപ്പ് ഇറക്കുന്നത് 12:30 മണിക്കാണ്. അതുവരെ കിടന്നു അവിടെ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കണത്, കാലത്ത് എന്റെ പ്രതികളുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ ഒരാൾ വന്നു. അയാൾ എന്നെ പിടിച്ചു പറയോ? മോഷണോ? അല്ല, അർദ്ധരാത്രിയിൽ വന്നത് ഇത് മറ്റേ അതൊരു പെണ്ണ് കേസാണ്. അല്ല, നിങ്ങൾ 3 മണിയായില്ലേ ചെല്ലുമ്പോ? അതായത് മീൻസ് ഞാൻ അവിടുന്ന് ഒന്ന് ഇരുന്ന് മയങ്ങിപ്പോയി. അപ്പോൾ വേറൊരാൾ തുറക്കുന്ന ഒച്ച കേട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ വാച്ചൊന്നും ഇല്ലല്ലോ. 4 മണി എന്തോ ആയിട്ടുണ്ട്. എന്തോ പെണ്ണ് കേസ് എന്തോ ആണ്. അയാൾ മിണ്ടിയിട്ടൊന്നുമില്ല. അയാൾ അവിടെ ഇരുന്നു. എന്നിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകാനോ കുളിക്കാനൊന്നും സൗകര്യം തന്നില്ല? നിങ്ങൾ മുള്ളാമുണ്ടെങ്കിലോ? ഇല്ല. അപ്പൊ ഞാൻ പിന്നീട് കോടതിയിൽ പോകുന്ന സമയത്താ പോയത്. അതുവരെ അവിടെ ഇരുന്നു. എത്ര മണി വരെ? 12:30 വരെ. ഉച്ചയ്ക്ക് 12:30 വരെ. ഭക്ഷണം തന്നില്ല? ഭക്ഷണം എൻ്റെ കാലത്ത് എൻ്റെ റിലേറ്റീവ് വന്നപ്പോഴാണ് വാങ്ങിച്ചത്. ഫർമീസ് ഇല്ലേ, ഫർമീസ് വന്നപ്പോ ഫർമീസാണ് ഭക്ഷണം വാങ്ങിച്ചത്. അതുവരെ ഭക്ഷണം തന്നില്ല, ഒന്നും തന്നില്ല, വെള്ളം മാത്രം, ഒന്നും തന്നില്ല. ടോയ്ലറ്റ് പോകാൻ ഒന്നും തന്നില്ല. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇതുണ്ട്. ടോയ്ലറ്റ് പോകാൻ അല്ല, 12:30 വരെ അവിടെ 12:30 വരെ. അതന്നെ ഇവരെ നോക്കൂ. പിന്നെ 12:30 വരെ ഒന്നും കൊണ്ടുപോകണ്ടേ. മോർണിംഗ് തന്നെ ഇവർക്കെല്ലാം റെഡിയാണ്. മോർണിംഗ് തന്നെ കൊണ്ടുപോവാം. പക്ഷെ ആ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി അവർ പുറത്തിറക്കി നേരെ വീണ്ടും GH കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത്. എന്നിട്ടാണ് നേരെ ഈ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് മെയിൻ ഡോറിൻ്റെ അടുത്ത് നിർത്തി. അപ്പോൾ കാലത്ത് 10:30 11 മണിയായിട്ടൊന്നും മീഡിയ ഒന്നും ഇല്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ മീഡിയ ഒന്നും കാണാത്തത് ബഹളം. അപ്പോൾ ഇവർ ആദ്യം എല്ലാം പ്ലാൻഡാണ്, ഇത്ര മണിക്കേ കൊണ്ടുപോകുന്നുള്ളത്. കറക്റ്റ് 11:50 11:40 45 ആകുമ്പോഴാണ് മീഡിയകൾ വന്നു തുടങ്ങിയത്. മനസ്സിലായി പോകാറായി എന്നുള്ള. അപ്പോൾ മീഡിയകൾ വന്ന് വേറെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇവർ നേരെ എന്നെ ഇറക്കി ആ
മറ്റേ മെയിൻ ഡോറിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഹാൻഡ് കഫ് ചെയ്തു, വിലങ്ങ് വെച്ച്. അപ്പോൾ ക്യാമറകൾ ലൈവ് ഓടുകയാണ്. ഇപ്പം ഞാൻ ചോദിച്ചു ഇതെന്തിനാ ചെയ്യുന്ന പോലീസുകാരൻ? അതൊരു സാധാ പോലീസുകാരനാണ് ചെയ്യുന്നത്. സാറേ അതൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഇപ്പോൾ പിന്നെ ആ പാവത്തിനോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരന് എന്തൊക്കെയോ മനസ്സിലായി, ഈ മീഡിയകളെല്ലാം ഇതെല്ലാം കാണുമ്പോൾ. അപ്പോൾ പുള്ളി പിന്നെ കോർട്ടിലെത്തിയപ്പം എൻ്റെ അടുത്ത് അവിടെ 1-2 പോലീസുകാരുണ്ടായിരുന്നു. അതിൽ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് 10-ാം തീയതിയാണ് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ 10-ാം തീയതി കംപ്ലയിൻറ്റ് വന്ന് കംപ്ലയിൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളെ ഫോണ് ട്രാക്കിൽ ഇട്ടപ്പോൾ നിങ്ങൾ ദുബായിലാണ്. പിന്നെ ഞങ്ങൾ 1-2 കേസിൽ ബിസിയായി. അങ്ങനെ 15-ാം തീയതി FIR ഇട്ടിട്ട് 16-നോ 17-നോ ഞങ്ങൾ വരാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ഓർഡർ വന്ന പോലെ ഒരു പടം റിലീസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ട. അപ്പോൾ 17-ാം തീയതിയാണ് പാതിരാത്രി എന്നുള്ള പടം റിലീസ്. മനസ്സിലായില്ലേ? അപ്പോൾ കഥകളിങ്ങനെ അറിഞ്ഞു തുടങ്ങി ഞാൻ. പാതിരാത്രി എന്ന് പറയുന്നത് അവരെ എൻ്റെ മുൻ ഭാര്യയുടെ രണ്ടാമത്തെ ഇപ്പോഴത്തെ പടം. അത് 17-ാം തീയതി ഒക്ടോബർ 17-ന് ഇറങ്ങി. അത് ഇറങ്ങിയ പോലെ തന്നെ പോയിന്, കാര്യമായിട്ടൊന്നുമില്ല. അതിൽ നവ്യ അവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പടം പോരാ. അങ്ങനെ പോയി. ഇവർ പറഞ്ഞു 17-ാം തീയതി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പടം റിലീസ് ഉണ്ട്, ഉടനെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഹോൾഡ്. പിന്നെ ഇതൊക്കെ കൈകാര്യം വിളിച്ച് ഇവർക്ക് അറിയിക്കുന്നത് പിന്നെ ഈ പെറ്റീഷണറും പിന്നെ മുകളിൽ നിന്ന് ഏതോ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെറ്റീഷണർക്ക് ഇവരറിയാതെ പടം റിലീസൊന്നും അറിയാൻ പറ്റില്ലല്ലോ, ഇവരായിട്ട് വന്നിട്ടുണ്ട് എന്നല്ല അർത്ഥം. ആലോചിച്ച് നോക്കുക, ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൽ കള്ളക്കേസ് എടുക്കുക, എന്നിട്ട് കൈവിലങ്ങ് വെച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുക, ലോക്കപ്പിലിട്ട് പീഡിപ്പിക്കുക, ലോക്കപ്പിലിട്ടതിന് ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ജനലിൻ്റെ കർട്ടൻ ഉയർത്തിക്കൊടുത്ത് ക്യാമറകളെ സ്വാഗതം ചെയ്യുക. ഇതിന് വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ? ലോക്കപ്പിലിടുകയും ആ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കുകയും കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് ഒരു സിവിൽ ഡിസ്പ്യൂട്ടിലെ പ്രതിയാണ്. അയാളുടെ മേലുള്ള കുറ്റകൃത്യം പോലും നിലനിൽക്കില്ല. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക താല്പര്യം കാണിച്ച് ഷർഷാദ് എന്ന് പറയുന്ന മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയപ്പോൾ എന്തേ എല്ലാവരും നിശബ്ദത പാലിച്ചത്? ഇത് സർക്കാരിന് അപമാനം ഉണ്ടാക്കിയില്ലേ? ഇത് പോലീസിന് നാണക്കേടായില്ലേ? എന്തുകൊണ്ടാണ് ഇരട്ടത്താപ്പ്? കള്ളൻ വാസുവിനെ കൈവിലങ്ങ് വെച്ചതിൽ ഇത്രമാത്രം കുരുപൊട്ടുന്നവർ ഷർഷാദിനോട് ചെയ്തതിനും ഉത്തരം പറയണം. ഇരട്ട നീതി പിണറായിയുടെ കാലത്ത് പതിവാണെങ്കിലും ഇത്തരം അനീതികൾ എങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കും?